കൃത്യമായും വിശകലനങ്ങൾ ഇനിയും ധാരാളമായി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇലക്ഷൻ വിശകലനത്തിൻ്റെ പ്രാഥമിക വിശകലനങ്ങൾ നമുക്ക് നടത്തി തുടങ്ങാം. 7 ജില്ലകൾ കൃത്യമായി LDFനെ കൈവിട്ടു. 7 ജില്ലകൾ കൈവിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാലും തിരിച്ചു നോക്കിയാലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പത്തനംതിട്ട ഒരു സീറ്റ് ഒഴിച്ച് കോന്നി എന്ന് പറയുന്ന ആ കോന്നിയിലും അവസാനം വരെ ആ പ്രൊഫസർ ജയിച്ച് നിന്നതാണ്. കോന്നിയിൽ പത്തനംതിട്ടയിലെ 5 സീറ്റിൽ 4 സീറ്റും UDF കൊണ്ടുപോയി. കോട്ടയത്ത് സമ്പൂർണ്ണം എല്ലാ സീറ്റും ആര് കൊണ്ടുപോയി? മിക്കവാറും എല്ലാ സീറ്റും, വൈക്കം ഉൾപ്പെടെ, വൈക്കം, കോട്ടയം, പാല ഉൾപ്പെടെ കംപ്ലീറ്റ് സീറ്റുകളും ആര് കൊണ്ടുപോയി? പിന്നെ UDF കൊണ്ടുപോയി, മെജോറിറ്റി സീറ്റുകൾ. അപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി നന്നായി ഉടുമ്പൻചോലയിൽ MM മണിയൊക്കെ പറഞ്ഞ് ഇപ്പം ജയചന്ദ്രൻ ജയിക്കുമെന്നാണ്. സേനാപതിയും അടക്കമുള്ള UDFൻ്റെ കോട്ടയായി ഇടുക്കി മാറി. എറണാകുളം സമ്പൂർണ്ണമായി രാജീവ് അടക്കം തോറ്റുകൊണ്ട്, മന്ത്രി രാജീവ് അടക്കം തോറ്റുകൊണ്ട് എറണാകുളം സമ്പൂർണ്ണമായി പോയി. അപ്പം 4 ആയി. 5 എന്ന് പറയുന്നത് മലപ്പുറം സമ്പൂർണ്ണമായി അവർ കൊണ്ടുപോയി, ഒരാളും വേറെ ജയിച്ചില്ല. 6, 5. വയനാട് നന്നായി UDF കൊണ്ടുപോയി. കോഴിക്കോടാണ് അടുത്ത വലിയ ചരിത്രം. അങ്ങനെ 7 ജില്ലകൾ UDF സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ പാലക്കാടും തൃശ്ശൂറും, പ്രത്യേകിച്ച് തൃശ്ശൂർ, CPI കൂടെയുള്ള തൃശ്ശൂറും പാലക്കാടും തിരുവനന്തപുരം ഒരു പരിധിവരെയും LDFൻ്റെ കൂടെ നിന്നു. കൊല്ലം തരാതരമായി നിന്നു, 2 കൂട്ടരെ കൂടെ നിന്നു. കൊല്ലം അങ്ങനെ ഒരു 2 കൂട്ടർക്കും കിട്ടി. കാര്യം ഷിബു ബേബി ജോൺ, ചവറ, കൊല്ലം, ഇരവിപുരം, കുന്നത്തൂർ ഇങ്ങനെ ചില മണ്ഡലങ്ങൾ ജയിച്ചപ്പോൾ ഇപ്പുറത്ത് പിന്നെ പുനലൂർ, അതുപോലെ തന്നെ കൊട്ടാരക്കര, ഇങ്ങനെ ചില മണ്ഡലങ്ങൾ. എന്നാൽ UDFന് ഒരു അപ്പർ ഹാൻഡ് കിട്ടി. പത്തനാപുരത്ത് UDF ജയിച്ചു. UDFന് അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ സമ്പൂർണ്ണമായി 7 ജില്ലയും ഭാഗികമായി കൊല്ലം ജില്ലയും. അപ്പോൾ 8 ആയി. പിന്നെ ബാക്കിയുള്ള 6 ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ, പിന്നെ തിരുവനന്തപുരം, ആലപ്പുഴ. ആലപ്പുഴയിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണിത് സ്വീപ്പിംഗ് വിക്ടറിയിലേക്ക് പോയത്? കോഴിക്കോടുള്ള 12 മണ്ഡലങ്ങളിലും എങ്ങനെയാണ് UDFന് ഇത്രയും അടിത്തറ ഇളക്കാൻ കഴിയുന്നത്? LDFൻ്റെ കണ്ണൂരിൽ അടിത്തറ ഇളക്കാൻ കഴിഞ്ഞു, ധർമ്മടത്ത് കഴിഞ്ഞു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ UDF അല്ല വിജയിച്ചത്. എന്നോട് ചോദിച്ചാൽ CPM ആണ് വിജയിച്ചത്. കാരണം CPM ആണ് ഇവിടെ വോട്ട് ചെയ്തത്. CPM സംഘടിതമായി പോയി വോട്ട് ചെയ്തു. CPMൻ്റെ സ്ത്രീകളും എല്ലാവരും ഇപ്രാവശ്യം ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ്. എന്താ ഇപ്രാവശ്യത്തെ പ്രത്യേകത? പിണറായി മുഖ്യമന്ത്രിയായിട്ട് മാറണം, അത്രയേ ഉള്ളൂ അവർക്ക്. എന്ന് പറയാച്ച് ഇനി അടുത്ത പ്രാവശ്യം വരുമോ LDF എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയം വല്ലാതെ രംഗത്ത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളുടെ അട്ടിമറി നോക്കിയാൽ പോലും പേരാമ്പ്രയിൽ എന്ത് വലിയ അട്ടിമറിയാണ് നടന്നത്. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ നിങ്ങളെടുത്ത് നോക്കും. പിണറായിയിൽ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് 50,000 വോട്ട് പിടിച്ച പിണറായിയെ 10,000 വോട്ടിലേക്ക് തളച്ചു എന്ന് മാത്രമല്ല, 7 റൗണ്ട് ആദ്യത്തെ എണ്ണിയപ്പോഴും 12-13 റൗണ്ട് ഉണ്ടായിരുന്നു. 7 റൗണ്ട് എണ്ണിയപ്പോഴും പിണറായി പിറകിലായിരുന്നു. എത്ര വലിയ അത്ഭുതമാണ് അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ നോക്കിയാൽ മണ്ഡല അടിസ്ഥാനത്തിൽ കൃത്യമായി അട്ടിമറികൾ നടത്താൻ കൃത്യമായി UDFന് കഴിഞ്ഞിട്ടുണ്ട്. പത്തനാപുരം 25 വർഷമായി ഗണേഷ് അവിടുത്തെ മുടിചൂടാ മന്നനായിരുന്നു. അവിടുത്തെ NSSനെയൊക്കെ കയ്യിലിട്ട് അമ്മാനമാടുമായിരുന്നു. ഈ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ കല്യാണം കൂടുന്നവനാണ്, ചാത്ത് കുളിക്ക് പോണവനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വല്ലാതെ അദ്ദേഹത്തെ ട്രോളുമായിരുന്നു. പക്ഷേ ആ ചാത്ത് കുളിയാണ് ജ്യോതികുമാർ ചാമക്കാലയെ രക്ഷിച്ചത്. ജനങ്ങൾ ജ്യോതികുമാറിൻ്റെ കൂടെയുണ്ടായി. അങ്ങനെ 25 വർഷത്തെ ചരിത്രം അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ മണ്ഡലം എടുത്താലും രാജീവ് വലിയ താത്വികനായിട്ടുള്ള വ്യവസായ മന്ത്രിയാണ്. ദാ കിടക്കുന്നു. വീണ ജോർജ്, നിങ്ങൾ ഏത് മണ്ഡലം എടുത്ത് നോക്കൂ, ചെറുപ്പക്കാരും വളരെ ചെറിയ ആളുകളുമൊക്കെ പോയി, വളരെ വലിയ നേതാക്കളല്ലാത്തവരൊക്കെ പോയി കൃത്യമായി അവർ അവിടെ വലിയ കൊത്തളങ്ങളെല്ലാം പൊളിച്ചടക്കി. രാവണൻ കോട്ടകളും ഹിമാലയൻ കോട്ടകളും എല്ലാം പൊളിച്ചടുക്കിയത് എങ്ങനെ സംഭവിച്ചു? UDFന് എങ്ങനെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷമുണ്ടായത്? ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം, 102 സീറ്റ് പിടിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ഇതുവരെ ഇല്ലാത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് UDF പോയത് എങ്ങനെ? വളരെ വളരെ കൃത്യമായി അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസ് വളരെ വലിയ
ഒത്തൊരുക്കത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അതുപോലെ തന്നെ ടീം യു ഡി എഫ് എന്നാണ് പറയുന്നത്, ഒത്തൊരുമയോടെ നിന്നതിൻ്റെ വലിയ വിജയം തന്നെയാണ്. ഈ ഒത്തൊരുമ കാണാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല. അവർ മുഴുവൻ സംവിധാനവും എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും മുഴുവൻ കേരള കോൺഗ്രസിൻ്റെയും മുഴുവൻ സംവിധാനവും പിണറായിക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. പിണറായി 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 എന്ന് പറഞ്ഞ് കറങ്ങുകയായിരുന്നു. മറ്റൊരു മോദിക്ക് പഠിക്കുകയായിരുന്നു. മോദി എവിടെ കിടക്കുന്നു, പിണറായി എവിടെ കിടക്കുന്നു. മോദി കരിസ്മാറ്റിക് ലീഡറാണ്. ഇത് ഉയർത്തിക്കൊണ്ടുവന്നൊരു ബിംബമാണ്, പ്രതിമയാണ്. പ്രതിമയും ബിംബവും എവിടെ കിടക്കുന്നു, ഒറിജിനൽ രൂപം എവിടെ കിടക്കുന്നു. അത് മോദി മറ്റൊരു തരത്തിൽ കയറി വന്നൊരു നേതാവാണ്. ഇദ്ദേഹം അങ്ങനല്ല കയറി വന്നത്. നിഷേധത്തിൻ്റെയും അവിടെ പോസിറ്റീവ് എനർജി ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എനർജിയെയും നിഷേധത്തിൻ്റെയും കഥയായി കയറി വന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി 6-7 ജില്ലകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇനി തിരിച്ചു പിടിക്കാൻ വലിയ അധ്വാനം CPM ചെയ്യേണ്ടതുണ്ട്. അതുപോലെ കണ്ണൂരിൽ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത്? ശരിക്കും കണ്ണൂർ ലോബിയാണോ പിണറായിയെ തോൽപ്പിച്ചത് എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. KK ശൈലജയുടെയും P ജയരാജൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇനിയും പിണറായിയെ വാഴിച്ചാൽ നമ്മൾ ഇവിടെ പാർട്ടി കാണില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ ബാക്കി ആർക്കും സ്ഥാനം കാണില്ല എന്നുള്ള തിരിച്ചറിവിൽ കണ്ണൂർ ലോബിയും കൂടി കളിച്ചതാണോ? തോമസ് ഐസക്കും MA ബേബിയും കണ്ണൂർ ലോബിയും ഇവരെല്ലാവരും കൂടി വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള കൃത്യമായൊരു ലോബി 8ൻ്റെ പണി കൊടുത്തതാണോ പിണറായിക്ക് എന്നുള്ളത് ചരിത്രം പറയട്ടെ, കാലം തെളിയിക്കട്ടെ, അവരുടെ വിശകലനങ്ങൾ വരട്ടെ. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ സംഘടിതമായി കൂട്ടമായി പോയി വോട്ട് ചെയ്തതുകൊണ്ട്, ഒറ്റ കാരണം കൊണ്ടാണ് UDF ജയിച്ചത്. ആ UDFൻ്റെ വിജയത്തിൽ അല്ലെങ്കിൽ ഒരു 80-85 സീറ്റിനകത്ത് നിൽക്കുമായിരുന്നു. ചിലപ്പോൾ UDF വരും, ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 102ലേക്ക് പോയത് കമ്മ്യൂണിസ്റ്റുകാർ സംഘടിതമായി വോട്ടിപ്പുറത്ത് ഇടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമ്മൾ പറയേണ്ടത് പാർട്ടി ഗ്രാമവുമില്ല, പാർട്ടി നഗരവുമില്ല. ജനങ്ങൾ ജനാധിപത്യത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കും.